ഒരു അഭിമുഖത്തിൽ ഇന്ത്യയിലെ പെൺകുട്ടികളുടെ ഏതു തരത്തിലുള്ള പോൺ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയത് ഫുഡ് സെക്സ്, ഹാർഡ് കോർ, ഗാങ് ബാങ്, BDSM തുടങ്ങിയ ഉത്തരങ്ങളാണ്. ഒരു പഠനത്തിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് 91.5% പുരുഷന്മാരും 60.2% സ്ത്രീകളും പോൺ അഡിക്റ്റാണ് എന്നത്. എന്നാൽ ഇത് വീണ്ടും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇതൊരു എമർജൻസിയാണ്. കാരണം പോൺ വീഡിയോസ് ഇപ്പോൾ റേപ്പ് വീഡിയോസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്തയിൽ ആശുപത്രിയിൽ സംഭവിച്ച കാര്യം നമ്മുടെ നാടിനെ ആകെ നടുക്കിയ ഒന്നാണെന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഈ ഒരു സംഭവത്തിന് ശേഷം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരയപ്പെട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കൊൽക്കത്ത റേപ്പ് ഗേൾ പോൺ വീഡിയോ എന്നൊക്കെയാണ്. 1-2 ആളുകളിൽ മാത്രമുണ്ടായ കാര്യമല്ല ഇത്. കോടിക്കണക്കിന് ആളുകളുടെ ചിന്താഗതിയാണ് ഇത്. ഇനി നിങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവത്തെപ്പറ്റി ചിന്തിക്കുക. ഒരു നാട്ടിലെ ഭൂരിഭാഗം ആളുകളും പൊള്ളയായി ചിന്തകളുള്ളവരായി മാറുന്നു. ഇത് എത്രയും വേഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾ പോലും രക്ഷപ്പെട്ടു എന്ന് വരില്ല. ഇങ്ങനെ പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മനസ്സിലാകുന്നതാണ്. ദ സിറ്റുവേഷൻ, നമ്മുടെ നാട്ടിലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാഹചര്യം വളരെ മോശമാണ്. ഈ അഡിക്ഷൻ നമ്മുടെ രാജ്യത്താകെ വളരെ വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ ഇന്ത്യൻ ബ്രൗസിംഗ് ഡാറ്റയിൽ 30 മുതൽ 70% വരെ പോൺ ആണുള്ളത്. 2008 ഇന്ത്യ പോൺ വാച്ചേഴ്സിൽ 3-ാം സ്ഥാനത്തായിരുന്നു. 2008 ഇന്ത്യ പോൺ വാച്ചേഴ്സിൽ 3-ാം സ്ഥാനത്തായിരുന്നു. അതിൽ 30% സ്ത്രീകളായിരുന്നു. 2024 ആയപ്പോഴേക്കും ഈ കണക്ക് 60% വർദ്ധിച്ചു. ഇത് മനസ്സിലാക്കി ഇതിന്റെ വളർച്ച തന്നെ തടയണമെന്ന ഉദ്ദേശത്തോടുകൂടി ഭരണകൂടം നിശബ്ദമായി ചില നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2019 ഇന്ത്യയിൽ നിന്ന് ഇത് നിരോധിക്കപ്പെട്ടപ്പോൾ പോലും പോൺ കൺസപ്ഷന്റെ അളവ് 95% വർദ്ധിക്കുകയാണ് ഉണ്ടായത്. നിരോധിക്കുന്നതിലൂടെ യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്ന് ഇതിലൂടെ തെളിഞ്ഞു. 2024 ആയപ്പോഴേക്കും ഇത് ചെയ്യുന്ന രീതിയിലും പല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ട്രഡീഷണൽ സൈറ്റ്സൊക്കെ നിരോധിച്ചതിനു ശേഷവും പല വഴികളിലൂടെ പുനരുപയോഗിക്കാവുന്ന രീതികളിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ സർവ്വസാധാരണമായി ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ടെലഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കറങ്ങുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാം, ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും പലതരത്തിലുള്ള കണ്ടന്റ് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ടാകും. ഡയറക്റ്റ് സെർച്ചിലൂടെ തന്നെ എളുപ്പത്തിൽ കാര്യങ്ങൾ ലഭ്യമാക്കുന്ന തരം പ്ലാറ്റ്ഫോമുകളായി ഇവ മാറിയിരിക്കുന്നു. റെഡിറ്റ്, ടെലഗ്രാം തുടങ്ങി പല പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിലുള്ള കണ്ടന്റ് ധാരാളം ലഭ്യമാണ്. ഇന്ത്യയിൽ പോൺ നിരോധിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ അതിന്റെ ആവശ്യത്തിനും അപ്പുറമുള്ള സപ്ലൈ നടത്തുന്നുണ്ട്. ടീനേജേഴ്സിനിടയിൽ വർദ്ധിക്കുന്ന പോൺ അഡിക്ഷൻ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, ഇമോഷണൽ സ്കിൽസ്, കോഗ്നിറ്റീവ് സ്കിൽസ് തുടങ്ങിയവയിൽ വളരെയധികം മോശമായി ഇമ്പാക്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2023 ഒരു പഠനത്തിലൂടെ മനസ്സിലായ കാര്യമാണ് ഇന്ത്യയിൽ 13 വയസ്സ് മുതൽ തന്നെ പോൺ കൺസ്യൂം ചെയ്തു തുടങ്ങുന്നു എന്നത്. ഇതിൽ 50% പേർക്കും അബദ്ധവശാലാണ് ആദ്യമായി ഇത് കാണുവാൻ സാധിച്ചത്. കാരണം പണ്ടത്തെ കാലത്ത് ഇത്തരം കണ്ടന്റ് അടങ്ങിയ CD, DVD തുടങ്ങിയവ വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. ബേബി ബൂമേഴ്സിന്റെ ജനറേഷനിൽ പെൻഡ്രൈവുകളായും മാസികകളായും ഇങ്ങനത്തെ കാര്യങ്ങൾ അവൈലബിൾ ആയിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ സുഹൃത്ത് വലയത്തിനുള്ളിൽ കൈമാറുന്ന കാര്യങ്ങളായിരുന്നു അത്. എന്നാൽ ഇന്നത്തെ അവസ്ഥ അതല്ല. 5000 രൂപയും ഫോണും 5G ഡാറ്റയും ഉണ്ടെങ്കിൽ ഏതു തരത്തിലുള്ള കോണ്ടന്റും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഒറ്റ നിമിഷം കൊണ്ട് കടന്നുപോകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഒരു വൈറസ് വളരെയധികം വേഗത്തിൽ പടർന്നു പിടിക്കുകയാണെങ്കിൽ ഭൂരിഭാഗം പേരും അതുമായി കോണ്ടാക്റ്റിൽ വരുന്നതാണ്. അതിപ്പോൾ കുട്ടികളായാലും വയസ്സായവരായാലും. ഇത് സർവ്വസാധാരണമായൊരു കാര്യമല്ല. ഇതിൽ എന്താണ് ഇത്ര പ്രശ്നമുള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ശരിക്കുമുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ വീഡിയോ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ഇങ്ങനെയൊരു അഡിക്ഷൻ വിക്ടിമിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. 23 വയസ്സുകാരനായ ഒരാളായിരുന്നു. അദ്ദേഹം തന്നെ അനുഭവങ്ങൾ തുറന്നു പറയുകയുണ്ടായി. പാർട്ട്ണറുമായി ഇൻറ്റിമേറ്റ് ആകാൻ ശ്രമിക്കുന്ന മൊമെന്റ്സിൽ അയാൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നു. പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്തു. അത് കാരണം ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും അയാൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷന്റെ മരുന്ന് വാങ്ങുകയും അതിന്റെ ഹെവി ഡോസ് കഴിക്കുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ ചെയ്തത് കാരണം തലവേദന, ക്ഷീണം, തളർച്ച തുടങ്ങിയ പല ലക്ഷണങ്ങളും അയാൾക്കുണ്ടാവുകയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തു. അവസാനം അദ്ദേഹത്തിന് ആശുപത്രിയിലെത്തേണ്ട സ്ഥിതിയുണ്ടായി. അന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഡയഗ്നോസിസ് എന്താണെന്നാൽ അദ്ദേഹത്തിന്റെ ബ്രെയിൻ പോണുമായി ലിങ്ക്ഡ് ആയി എന്നതായിരുന്നു. അദ്ദേഹം PMO, അതായത് പോൺ മാസ്റ്റർബേഷൻ ഓർഗാസം എന്നൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പോൺ ഇല്ലാതെ സാധാരണമായ സെക്ഷൽ ആക്ടിവിറ്റി പോസിബിൾ ആകാത്തതാണ് ഈ അവസ്ഥ എന്നും ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു. ദീർഘകാലമായുള്ള അഡിക്ഷൻ കാരണമാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. മാനസികമായി വരുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണം. ഈ പറഞ്ഞ വ്യക്തി 8 വർഷങ്ങളായി ഇങ്ങനെയൊരു അഡിക്ഷനുള്ള ആളാണ്. അത് കാരണം തന്നെ അയാളുടെ ജീവിതം മുഴുവൻ നശിക്കുകയാണ് ഉണ്ടായത്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതെ വരാനുള്ള ഒരവസ്ഥ ഉണ്ടായേക്കാം. ഒരു പഠനത്തിലൂടെ തെളിഞ്ഞ കാര്യമാണ് പോൺ മെയിൽ റീപ്രൊഡക്റ്റീവ് ഹോർമോൺ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ സെമൻ ക്വാളിറ്റി തുടങ്ങിയവ കുറയ്ക്കുന്നു എന്നത്. പോൺ അഡിക്ഷനിലൂടെ സെക്ഷൽ റിലേഷൻഷിപ്പിൽ മോശമായ ഇമ്പാക്ട്സ് ഉണ്ടാകുമെന്ന് ഡൽഹിയിലെ ഫോർട്ട് ആശുപത്രിയിലെ മെന്റൽ ഹെൽത്ത് ആൻഡ് ബിഹേവിയറൽ സയൻസിന്റെ ഡയറക്ടറായ ഡോക്ടർ സമീർ പരീഖ് പറയുന്നു. അതിനുള്ള കാരണമെന്തെന്നാൽ അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ലൈഫ് ഇൻറ്റിമസി കുറയുകയും ചെയ്യുന്നതാണ്. പല ആളുകളുടെയും മനോഭാവത്തിൽ മാറ്റം വരുത്താൻ വൾഗർ കോണ്ടന്റ്സിന് സാധിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ജനങ്ങളിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവണത വർദ്ധിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വന്തം ആരോഗ്യം മാത്രമല്ല അവതാളത്തിലാക്കുന്നത്, ചുറ്റിലുമുള്ളവരെയും ഇത് സാരമായി ബാധിക്കാം. 97% പോൺ കോണ്ടന്റുകളിലും സ്ത്രീകളുടെ മേൽ ഫിസിക്കലി അഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇവ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പതിഞ്ഞു പോകുന്നതാണ്. ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ സമൂഹത്തിൽ സർവ്വസാധാരണമാണ് എന്ന ചിന്താഗതി ഉണ്ടാകുന്നതിലേക്ക് അത് നയിക്കും. സെക്സ് ട്രാഫിക്കിംഗ് ഉണ്ടാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ പോൺ ആണ്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, നാഷണൽ സെന്റർ ഫോർ മിസ്സിംഗ് ആൻഡ് എക്സ്പ്ലോയിറ്റഡ് ചിൽഡ്രൻ എന്നീ സംഘടനകളുടെ പഠനത്തിന്റെ ഭാഗമായി തെളിഞ്ഞ കാര്യമാണ്. 80% സ്ത്രീകളും ഇത്തരത്തിലുള്ള ഫീൽഡിലേക്ക് സെക്സ് ട്രാഫിക്കിംഗ്, എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങിയവയിലൂടെ എത്തിക്കപ്പെടുന്നതാണ് എന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും സാധിക്കുമെങ്കിൽ പൂർണ്ണമായും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, സൈക്കോളജിക്കൽ നീഡ്സ്. ഒരു ജീവിക്കാവശ്യമായ അടിസ്ഥാന കാര്യങ്ങളിലൊന്നാണ് സെക്ഷൽ പ്ലഷർ. ഇത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അതിനെ മോശമായി ഉപയോഗിക്കുന്നതാണ് പോണിൽ സംഭവിക്കുന്നത്. ഡിസയർസിൽ അടിച്ചമർത്തപ്പെടുക എന്നതല്ലാതെ ഇവിടെ മറ്റൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരിക്കലും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഓവർ സെക്രീഷൻ ഓഫ് റിവാർഡ് ഹോർമോൺസ് ആയിരിക്കും ഇവിടെ സംഭവിക്കുക. അതിലൂടെ ഡിപ്രഷൻ, ലാക്ക് ഓഫ് മോട്ടിവേഷൻ തുടങ്ങിയവ ഉണ്ടാകും. എന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ ഒന്നും പരിഹാരമല്ല ഇത്. നേരെ മറിച്ച് ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമാകാനുള്ള കഴിവ് ഇതിനുണ്ട്. 2, ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിൽ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ടാബു ആയിട്ടാണ് കണക്കാക്കുന്നത്. ആരും തന്നെ ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ ജിജ്ഞാസ വർദ്ധിക്കുകയും കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കെണികളിൽ പെട്ടുപോകുന്നവരുമുണ്ട്. കൗമാരക്കാരിൽ ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നൊരു വിഷയമാണ് ലൈംഗികത. ഇതിനെക്കുറിച്ച് വ്യക്തമായ വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നം മാത്രമേ നമ്മുടെ നാടിനുള്ളൂ. കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വ്യക്തമായും പോസിറ്റീവായും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാൻ സാധിക്കും. ജീവിതത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണിതെന്നും അതുപോലെ തന്നെ ഒരു പ്രായത്തിനു ശേഷം ഏതൊരാൾക്കും സർവ്വസാധാരണമായി ഉണ്ടാകുന്ന തോന്നലുകളാണ് ഇവയെന്നും ഇവയെ നിയന്ത്രണ വിധേയമാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ് എന്നും വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റി പോസിറ്റീവായി കുറയുകയും അതിലൂടെ സമൂഹത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു.